മറ്റു വാർത്തകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം. ആക്രമണം ഗൗരവമുള്ളതാണെങ്കിലും പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. 7 പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചത്. സൈഫ് സൈലാബുദ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, ഈ കേസിലെ എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടിയോ? ഇല്ല, മൊത്തം 25 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രതിക്ക് നേരത്തെ പ്രോസിക്യൂഷന്റെ നിലപാട് കാരണം സെഷൻസ് കോടതി തന്നെ ജാമ്യം നൽകിയിരുന്നു. ബാക്കി 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ജാമ്യാപേക്ഷ 2 തവണ സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞതാണ്. ഈ പശ്ചാത്തലത്തിലാണ് 7 പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് 7 പ്രതികൾ ഒരുമിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള പ്രതികൾ കൂടി വരാം എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. എന്തായാലും ആദ്യം സമർപ്പിച്ച 7 പ്രതികൾക്ക്, ഹർജി സമർപ്പിച്ച 7 പ്രതികൾക്ക് ജാമ്യം നൽകാൻ വേണ്ടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അക്രമം ഗൗരവതരമാണ് എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ 67 ദിവസമായി പ്രതികൾ ജയിലിലാണ് കഴിയുന്നത്. അത് അന്വേഷണം ഏതാണ്ട് പൂർത്തീകരിച്ച ഘട്ടത്തിൽ ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകുന്നു എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. വധശ്രമം ചുമത്തിയിരിക്കുന്നത് അത് പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കില്ല എന്ന് വാക്കാൽ കോടതി പരാമർശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്കുള്ള പരിക്ക് അത് ഗൗരവതരമല്ല എന്ന വാക്കാലുള്ള പരാമർശം കൂടി കോടതി നടത്തുകയുണ്ടായി. അങ്ങനെ 67 ദിവസമായി ജയിലിൽ കഴിയുന്ന 7 പ്രതികൾക്ക് ജാമ്യം കിട്ടുകയാണ്. ബാക്കിയുള്ള പ്രതികൾ കൂടി സമാനമായി കോടതി ഉടനെ തന്നെ സമീപിക്കും. ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ അവർക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. അജിംസ്, ശരി. സൈഫ്, ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. ഇടിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെയാണ് ഹാജരായത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ ഒരു ഹർജി ഇതിനെ എതിർത്തുകൊണ്ട് സമർപ്പിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യം, വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. 3 മണിക്കൂറോളം നീണ്ട ഗൂഢാലോചന ഉന്നത തലത്തിൽ CPM-ന്റെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല അക്രമം നടന്നത്. അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുണ്ട്. 300ഓളം പേരാണ് അവിടെ അക്രമത്തിന് വേണ്ടി എത്തിയത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം വാഹനങ്ങൾക്കും മറ്റും പറ്റി. അതുപോലെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർമാർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വധശ്രമം നിലനിൽക്കുന്ന കേസാണ്. ഇതിൽ പ്രതികൾക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ കേസിന്റെ അന്വേഷണത്തെ അത് കാര്യമായി ബാധിക്കും. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രോസിക്യൂഷൻ വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 7 പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു. ബാക്കിയുള്ള പ്രതികൾ ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അജിംസ്, ശരി. എന്തായാലും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി.